കൂട്ടുകാരെ, അവൻ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വെണ്ടയ്ക്ക പച്ചടിയാണ്. നമുക്ക് ബീട്രൂട്ട് പച്ചടി, അങ്ങനെ പല പല തരത്തിലെ പച്ചടികളുണ്ട്. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക പച്ചടിയാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത്, ഞാനിവിടെ 10-12 മുറ്റിയതല്ല, നല്ല ഇളം ഭാഗത്തിലുള്ള വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇരിക്കാനായിട്ട് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ചെറിയൊരു പീസ് ഇഞ്ചി. അപ്പൊ ഇത് 3 കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഞാൻ പാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തിളയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വെണ്ടയ്ക്ക നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വെണ്ടയ്ക്ക ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ ഞാനിപ്പം വെണ്ടയ്ക്കയാണ് ഇടുന്നത്. വെണ്ടയ്ക്ക നമുക്ക് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇഞ്ചിയും മുളകും ഒന്ന് വഴറ്റി ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന്, കാരണം ഇത്രയും വെളിച്ചെണ്ണ വേണം, നമുക്ക് വഴറ്റി എടുക്കുമല്ലോ, മൂപ്പിച്ചെടുക്കുവാണല്ലോ. സോ അതുകൊണ്ട് നമുക്ക് ഇത്രയും വെളിച്ചെണ്ണ വേണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. നമുക്ക് അതെ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് വെണ്ടയ്ക്ക മൂപ്പിച്ചെടുക്കാന്. ഞാൻ ഇവിടെ അരയ്ക്കാൻ വേണ്ടി, പച്ചടിക്ക് വേണ്ടി ഞാനൊരു ഒരു മുറി ഫുള്ള് ഞാൻ തിരികെ വെച്ചിട്ടില്ല. പിന്നെ കുറച്ച് ഒരു 1-1.5 സ്പൂണ് കടുകും പിന്നെ കുറച്ച് ജീരകവും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ചിലർ കടുക് ചേർക്കത്തില്ലെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്, നമുക്ക് അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നമ്മൾ നേരത്തെ ഇട്ട് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക ഓൾറെഡി നമ്മൾ മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തൈര് ആഡ് ചെയ്യാം. ഈ ടൈമിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കടുക് വറുക്കുന്നതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കൊച്ചുള്ളിയും വറ്റൽമുളകും നമ്മുടെ കറിവേപ്പില ഇട്ട് വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് താളിച്ചു ഒഴിക്കാം. അപ്പോഴത്തേനും നമ്മളുടെ കറികൾ റെഡി. കടുക് വറുത്തതിനകത്തോടെ നമ്മുടെ പച്ചടി ഒഴിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി റെഡിയാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.